ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെ മാപ്പാണ്. കെ മാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ബൂളിയൻ എക്സ്പ്രഷൻ ഓർ SOP ഓർ POS. ബൂളിയൻ എക്സ്പ്രഷൻ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. ഈസി ടു സിംപ്ലിഫൈ, ഈസി ടു സോൾവ് ഓർ ഈസി ടു സിംപ്ലിഫൈ ബൂളിയൻ എക്സ്പ്രഷൻ. മറ്റൊരു അഡ്വാൻറ്റേജ്, ഈ കെ മാപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ എന്നാണ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ. സത്യത്തിൽ നമ്മുടെ SOP ഇക്വേഷൻ ഉണ്ടല്ലോ, സം ഓഫ് പ്രൊഡക്റ്റ് ഓർ POS, ഏത് ഇക്വേഷനും ആവട്ടെ, അതിനെ നമുക്ക് സിമ്പിളി സോൾവ് ചെയ്യാനാണ്. അതായത് നമ്മൾ ആ മെത്തേഡ് നമുക്ക് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ കറസ്പോണ്ടിങ് കെ മാപ്പ് വരച്ച് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അത് സിംപ്ലിഫൈ ചെയ്യാം. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അപ്ലൈ ടു 2 input, 3 input, etc. or 4 input cases, etc. അതായത് 2 ഇൻപുട്ട് മുതലുള്ള കേസിലൊക്കെ നമുക്ക് ബൂളിയൻ എക്സ്പ്രഷൻ വരയ്ക്കാം, കെ മാപ്പ് വരയ്ക്കാൻ പറ്റും. 2 ഇൻപുട്ട് കേസ് എങ്ങനെയാ നോക്കാം. 2 ഇൻപുട്ട് കേസ്, കേസ് 1, ഇത് കേസ് 1 ആണ്. 2 ഇൻപുട്ട് AB ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് വിചാരിക്കുക. ഇപ്പൊ B എന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റും A എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുമാണ്. ഇതിന്റെ കറസ്പോണ്ടിങ് കെ മാപ്പ് എങ്ങനെ വരയ്ക്കും? 2 ഇൻപുട്ട് ഉള്ളത് കൊണ്ട് ഹൊറിസോണലി നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം, വെർട്ടിക്കലി നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. A ആൻഡ് B. ബിക്ക് പറ്റാവുന്ന പോസിബിൾ വാല്യൂസ് 0യും 1ഉം ആണ്. അതായത് B ബാറും Bയും. എക്ക് പറ്റുന്ന പോസിബിൾ വാല്യൂസ് 0യും 1ഉം ആണ്. അതായത് A ബാറും Aയും. ഇനി ഓരോ സെല്ലിനും വാല്യൂസ് എടുക്കണം. ഈ സെൽ വാല്യൂസ് എന്താ? ഇവിടുത്തെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആണ്, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആണ്. ദാറ്റ് ഈസ് A ബാർ B1 ബാർ ആണ് ഇവിടുത്തെ സെൽ വാല്യൂ ഓർ സെൽ ഡിജിറ്റ്. സെൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമുക്ക് സെൽ വാല്യൂ സൈഡിൽ എഴുതാം. സോറി, 1 അല്ലല്ലോ, 0 എന്ന് പറഞ്ഞാൽ 0 അല്ലേ. സെക്കൻഡ് കോളം, ഇവിടുത്തെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആണ്, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആണ്. ദാറ്റ് ഈസ് A ബാർ B. സെൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ എങ്ങനെയാണ്? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആണ്, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആണ്. A B ബാർ, സെൽ വാല്യൂ 2. ഇവിടെയോ 1 1. A B, സെൽ വാല്യൂ 3. ഇതാണ് 2 ഇൻപുട്ട് കേസിലുള്ള കെ മാപ്പ്. ഇത് എങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. ഇതാണ് 2 ഇൻപുട്ട് കേസിലുള്ള കെ മാപ്പ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് 3 ഇൻപുട്ട് ആണ്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ABC. നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. A മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, C ആണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. അത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി. ദെൻ 2 എണ്ണം ഉള്ളതുകൊണ്ട് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ദെൻ ഇതിനെ എങ്ങനെയാ BC എങ്ങനെയാ അറേഞ്ച് ചെയ്യുക? 0 0 0 1 1 1 1 0. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. 0 0 0 1 1 1 1 0. ഇത് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. ഓർഡർ അനുസരിച്ച് 0 0 0 1 1 0 1 1 ആണ്. ബട്ട് ഇവിടെ അത് രണ്ടും തിരിഞ്ഞു വരും. 1 1 1 0. ഇവിടെ 0 1. അപ്പൊ ഇതെന്താണെന്നറിയാലോ? B ബാർ C ബാർ, B ബാർ C, BC,
ബി സി ബാർ. ഇത് എ ബാറും എയും. കറസ്പോണ്ടിങ് സെൽ വാല്യൂ 0 0 0. സെൽ വാല്യൂ എത്രയാ? 0. ഇത് 0 0 1. സെൽ വാല്യൂ 1. ഇതെങ്ങനെയാ വന്നതെന്ന് അറിയാലോ? സെൽ വാല്യൂ ഇതാണ്, ഇതുമാണ്. ഇതുള്ളത് എ എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ്, ഇത് രണ്ടും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ്. സെൽ വാല്യൂ ഇവിടെ എത്രയാ? 3. 0 1 0 2. സെൽ വാല്യൂ സൈഡിൽ എഴുതിയാൽ മതി കേട്ടോ. 1 0 0 4 1 0 1 5 1 1 0. സോറി 1 1 1 അല്ലേ ഇവിടെ? 1 1 1 7 1 1 0 6. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. 0 1 3 2 4 5 7 6. 4 ഇൻപുട്ട് കേസ്. എ ബി സി ഡി രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യണം. എ ബി ഇവിടെ, സി ഡി ഇവിടെ. ഇവിടെ 2 എണ്ണം ഉള്ളതുകൊണ്ട് 4 ആക്കി സ്പ്ലിറ്റ് ചെയ്യണം. എ ബിക്ക് വരാവുന്ന വാല്യൂ 0 0 0 1 1 1 1 0. തിരിഞ്ഞു പോരുത്. 0 0 0 1 1 1 1 0. ഇവിടെ അങ്ങനെ തന്നെ 0 0 0 1 1 1 1 0. 3 ബിറ്റിന്റെ സെൽ വാല്യൂ എഴുതിയ പോലെ തന്നെ ആദ്യത്തെ 4 കോളം വരും. 0 1 3 2 4 5 7 6 8 9 11. സോറി 8 9 അല്ല, 12 13 15 14 8 9 11 10. ഇതാണ് കറസ്പോണ്ടിങ് സെൽ വാല്യൂസ്. ഇത് കാണാതെ പഠിക്കണം. 0 1 3 2 4 5 7 6 12 13 15 14 8 9 11 10. ഇനി ഗ്രൂപ്പിംഗ് ഓഫ് കെ മാപ്പ്. ഗ്രൂപ്പിംഗ് ഓഫ് കെ മാപ്പ് 2 പവർ n എന്ന രീതിയിലാണ് ഒരു കെ മാപ്പ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. അതായത് കെ മാപ്പിലെ സെല്ല് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. 2 പവർ n എന്ന രീതിയിലാണ് കെ മാപ്പിലെ സെല്ല് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. n ക്യാൻ ബി 0 1 2 3 എക്സെട്ര. ദാറ്റ് ഈസ് 2 പവർ 0 എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് ഓരോ സിംഗിൾ സെല്ലും നമുക്കൊരു ഗ്രൂപ്പായിട്ട് എടുക്കാൻ പറ്റും. 2 പവർ 1 എന്ന് പറയുന്നത് 2 ആണ്. പെയർ എടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പെയർ എടുക്കണം, അല്ലെങ്കിൽ വെർട്ടിക്കൽ പെയർ എടുക്കണം. ഒരിക്കലും ഡയഗണൽ എലമെന്റ്സ് പെയർ എടുക്കാൻ പാടില്ല. 2 പവർ 2 എന്ന് പറയുന്നത് 4. 4 എന്ന് പറയുന്നത് ക്വാഡ് ഗ്രൂപ്പ് ആണ്. അതും അങ്ങനെ തന്നെ ഹൊറിസോണൽ എടുക്കണം, അല്ലെങ്കിൽ വെർട്ടിക്കൽ എടുക്കണം, ഓർ ഒരു സ്ക്വയർ എടുക്കാൻ പറ്റും. അതും പോസിബിൾ ആണ്. ഈ ഹൊറിസോണൽ എടുക്കാന്ന് പറഞ്ഞാൽ 4 ഹൊറിസോണ്ടൽ സെല്ല് ചേർന്ന് ഒരു ഗ്രൂപ്പ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ 4 വെർട്ടിക്കൽ ചേർന്ന് ഒരു ഗ്രൂപ്പ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും. 2 പവർ 3 8. ഇതാണ് ഒക്ടറ്റ് ഗ്രൂപ്പ്. അത് ഹൊറിസോണ്ടൽ എടുക്കാം, 1 2 3 4 5 6 7 8. ഓർ വെർട്ടിക്കൽ എടുക്കാം, 1 2 3 4 5 6 7 8. Then rules of taking groups. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് മസ്റ്റ് ബി ആസ് ലാർജ് ആസ് പോസിബിൾ. ഗ്രൂപ്പ്
must be as large as possible. എന്നുവെച്ചാൽ എന്താണെന്ന് അറിയാലോ, നമുക്ക് ഓരോ ഗ്രൂപ്പും സിംഗിൾ സെല് ഗ്രൂപ്പായിട്ട് എടുക്കാം. പക്ഷെ പെയർ പോസിബിൾ ആണോ നോക്കുക, ക്വാഡ് പോസിബിൾ ആണോ നോക്കുക, ഒക്ടറ്റ് പോസിബിൾ ആണോ നോക്കുക. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ഒക്ടറ്റ് ഉണ്ടോ എന്ന് നോക്കുക, അതില്ലെങ്കിൽ പിന്നെ ക്വാഡ് ഉണ്ടോ നോക്കുക, പെയർ ഉണ്ടോ നോക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഓരോ സിംഗിൾ സെല്ലും ഗ്രൂപ്പായിട്ട് എടുക്കാവുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലേ, ഇതൊരു കെ മാപ്പ് ആണെന്ന് വിചാരിക്കാം. ഇത് ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇത് നമുക്ക് ഒരൊറ്റ ക്വാഡായിട്ട് എടുക്കാം. അതിന് പകരം രണ്ട് പെയർ ആയിട്ട് എടുക്കാൻ പാടില്ല. ഇതൊരൊറ്റ ക്വാഡായിട്ട് എടുക്കണം. ഇതാണ് ക്വാഡ് ഗ്രൂപ്പ്. പിന്നെ ഇവിടെ രണ്ടെണ്ണം ഉണ്ടെങ്കിലോ, ഇതിനൊരു സെപ്പറേറ്റ് പെയർ ആയിട്ട് എടുക്കരുത്. ഇത് ഇത്ര ഒരു പെയർ ആയിട്ട് എടുക്കാം. അത് പറയാം, നമുക്ക് ഓവർലാപ്പിംഗ് പോസിബിൾ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓവർലാപ്പിംഗ് പാടില്ല, പക്ഷെ ഓവർലാപ്പ് ചെയ്യാം. സെക്കൻഡ് റൂള്, ഗ്രൂപ്പ് മേ ഓവർലാപ്പ്. ഇവിടെ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ തന്നെ ഇത് ഇത്രയും ഫില്ലാന്ന് വിചാരിക്കുക. ഉദാഹരണം ഇവിടെ തന്നെ പറയാം. ഞാൻ ഈ ഒരു ഹൊറിസോണ്ടൽ 4 ക്വാഡ് ഗ്രൂപ്പ് എടുത്തു. പിന്നെ എനിക്ക് ഇവിടെ ഒരു ക്വാഡ് ഗ്രൂപ്പ് പറ്റും, ഓവർലാപ്പ് ചെയ്യാം. ഇതും ഒരു ക്വാഡ് ഗ്രൂപ്പാണ്. അപ്പം ഈ രണ്ടാമതെടുത്ത ക്വാഡ് ഗ്രൂപ്പില്ലേ, അത് കംപ്ലീറ്റ്ലി ഓവർലാപ്ഡ് ആണ്. ഒന്നല്ലെങ്കിൽ ഈ ഹൊറിസോണൽ ക്വാഡിലായിരിക്കും, അല്ലെങ്കിൽ ഈ സ്ക്വയറിലായിരിക്കും. കംപ്ലീറ്റ്ലി ഓവർലാപ്ഡ് ആണ്. അപ്പൊ അത് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ രണ്ട് ഗ്രൂപ്പ് എടുത്താൽ മതി. ഓക്കെ, അതാണ് ഗ്രൂപ്പ് മേ ഓവർലാപ്പ് എന്ന് ഉദ്ദേശിച്ചത്. സെൽ contains one must be overlapped. അടുത്തത് എഡ്ജ് ഗ്രൂപ്പ്. അതായത് നിങ്ങൾക്കൊരു ഇതൊരു കെ മാപ്പിന്റെ ഒരു പാർട്ടാന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് കെ മാപ്പാന്ന് വിചാരിക്കുക. കെ മാപ്പ്, ഈ എഡ്ജില് എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ക്വാഡ് ഗ്രൂപ്പ് ആക്കി മാറ്റാൻ പറ്റും. ഇതൊരു ക്വാഡ് ഗ്രൂപ്പാണ്. വേറൊരു എക്സാമ്പിൾ, ഇവിടെയും ഫില്ലാന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെയർ എടുക്കാൻ പറ്റും. ഇതൊരു പെയർ പോസിബിൾ ആണ്. ഇതൊരു പോസിബിലിറ്റി ആണ്. ഇത് ഇങ്ങനെ അത് എഡ്ജിലുള്ളത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അതാണ് എഡ്ജ് ഗ്രൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, എഡ്ജ് ഗ്രൂപ്പിൽ നിങ്ങൾ ഒരൊറ്റ ഞാൻ ആദ്യം എഴുതുന്ന എക്സാമ്പിൾ എഴുതി വെച്ചാൽ മതി. ഇത് ഇത്ര ഒരു എഡ്ജ് ഗ്രൂപ്പായിട്ട് എടുക്കാൻ പറ്റും. ഡയഗണലി പറ്റില്ല കേട്ടോ, ഡയഗണലി പറ്റില്ല. ഡയഗണൽ ഇതും ഗ്രൂപ്പ് ആക്കാൻ പറ്റില്ല, അത് തെറ്റാണ്. ഡയഗണൽ ഗ്രൂപ്പിംഗ് ഇല്ല. അടുത്ത പോയിന്റ്, ഇതിപ്പം 4ാമത്തെ പോയിന്റ് അല്ലേ, 5ാമത്തെ പോയിന്റ്, ഡയഗണൽ ഗ്രൂപ്പിംഗ് ഈസ് നോട്ട് പോസിബിൾ.
Then പിന്നെ നമ്മൾ കെ മാപ്പ് സോൾവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം നമ്മൾ ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമല്ലോ, ആ ഗ്രൂപ്പ് ചെയ്ത എലമെന്റ്സിൽ കറസ്പോണ്ടിങ് എലമെന്റ്സിൽ കോമൺ ആയിട്ടുള്ള എടുക്കുക. നിങ്ങളതൊന്ന് എഴുതി വെക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ടേക്ക് ദ ലെറ്റർ which is not changing. Take the letter which is not changing. കോമൺ ഇൻ റോ ഓർ കോമൺ ഇൻ കോളം. നിങ്ങളിതൊന്ന് എഴുതി വെച്ചാൽ മതി, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, ഒരു എക്സാമ്പിൾ. സീറോ 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 വൺ 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 സീറോ സീറോ വൺ എ ബി സി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കെ മാപ്പ്. ഇത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. ഇതൊരു ക്വാഡ് ഗ്രൂപ്പ് ആയല്ലോ. ഇവിടെ ഒരു പെയർ എടുക്കാം, വേറെ പോസിബിലിറ്റി ഒന്നും ഇല്ലല്ലോ. ഈ പെയറിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാ നോക്കണം. ഇത് എ ബാർ എയും അല്ലേ. ഈ 4 എലമെന്റിലും എ ബാർ കോമൺ ആണോ? അല്ല. എ കോമൺ ആണോ? അല്ല. പിന്നെ ഈ 4 ഗ്രൂപ്പിലും ഇത് ബി ബാർ സിയും ഇത് ബി സിയും അല്ലേ. ഈ ക്വാഡ് ഗ്രൂപ്പിൽ കോമൺ ആയിട്ടുള്ള സി മാത്രമാണ്. ഈ പെയറിൽ കോമൺ ഏതൊക്കെയാ നോക്കാം. ഈ പെയറിൽ എ ബാർ കോമൺ ആണ്. ഇത് ബി ബാർ സി ബാർ, ഇത് ബി ബാർ സി. ബി ബാറും കോമൺ ആണ്. ഇതിന്റെ ആൻസർ y ഈക്വൽ ടു സി പ്ലസ് എ ബാർ ബി ബാർ. മനസ്സിലായല്ലോ. നമ്മൾ ഗ്രൂപ്പ് എടുക്കുക, മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ഗ്രൂപ്പ് എടുക്കുക, എന്നിട്ട് അതിൽ കോമൺ ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാന്ന് നോക്കുക. അത്രേ ഉള്ളൂ. അതങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. മറ്റൊരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. സീറോ 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 വൺ 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 സീറോ 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 വൺ 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 സീറോ. ഇത് അവർ തന്നിരിക്കുന്നതാണ്. ഓക്കെ ഓക്കെ നമുക്കിവിടെ ഗ്രൂപ്പിംഗ് ചെയ്യാം. ഇവിടെ നമുക്ക് എഡ്ജ് ഗ്രൂപ്പ് എടുക്കാൻ പറ്റില്ലേ? ഇവിടെ നമുക്ക് എഡ്ജ് ഗ്രൂപ്പ് എടുക്കാം. ഒക്ടറ്റ് കിട്ടും 8 എണ്ണം. പിന്നെ ഇതൊരു ക്വാഡ്. ഇതാണ് റിസൾട്ട്. ഈ ഒക്ടറ്റിലെ കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാ? എ ബാർ ബി ബാർ എ ബി ബാർ. ഈ 8 സെല്ലിലും കോമൺ ആയിട്ട് വരുന്നത് ബി ബാർ മാത്രമേ ഉള്ളൂ. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് സി ഡി മാത്രം. ദെൻ ആൻസർ എന്ന് പറയുന്നത് y ഈക്വൽ ടു ബി ബാർ പ്ലസ് സി ഡി. ഓക്കെ ഒരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ ബൂളിയൻ എക്സ്പ്രഷൻ
ഫോർ ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എ ബി വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എം 0, 1, 3 എന്നാണ്. അതായത് തന്നിരിക്കുന്നത് എന്താ? രണ്ട് ഇൻപുട്ട്. ഈ തന്നിരിക്കുന്നത് മിൻ ടേംസ് ആണ്. മിൻ ടേംസ് എന്ന് പറഞ്ഞാൽ SOP. SOP എന്ന് പറഞ്ഞാൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട്. ഓക്കെ, നമ്മളൊരു കെ മാപ്പ് വരയ്ക്കണം. രണ്ട് ഇൻപുട്ട്, ഇത് 0, 1, 0, 1. ഇതിന്റെ സെൽ വാല്യൂ 1 അല്ലേ? ഇതിന്റെ സെൽ വാല്യൂ 2, ഇതിന്റെ സെൽ വാല്യൂ 3, ഇതിന്റെ സെൽ വാല്യൂ 4. 0, 1, 3 ഫില്ലിഡ് ആണ്. സോറി, തെറ്റിപ്പോയി. ഇതിന്റെ സെൽ വാല്യൂ 0, ഇതിന്റെ സെൽ വാല്യൂ 1, ഇതിന്റെ സെൽ വാല്യൂ 2, ഇതിന്റെ സെൽ വാല്യൂ 3. 0, 1, 3 ഫില്ലിഡ് ആണ്. അപ്പോൾ ഇത് ഫില്ലിഡ് ആണ്, ഇത് ഫില്ലിഡ് ആണ്, ഇത് ഫില്ലിഡ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ എടുക്കാൻ വേണ്ടി ഇതിന് രണ്ടിനെ പെയർ ചെയ്തു, ഇതിന് രണ്ടിനെ പെയർ ചെയ്തു. ഈ പെയറിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് എ ബാർ അല്ലേ? ഈ പെയറിൽ കോമൺ ആയിട്ട് വരുന്നത് ബി ആണ്. ആൻസർ എന്ന് പറയുന്നത് y ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ആണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മിൻ ടേംസ് തന്നു. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സ് ടേംസ് തരാം, പൈ ഓവർ ക്യാപിറ്റൽ എം തരാം. പൈ ഓവർ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നിങ്ങൾക്ക് പൈ ഓവർ 1, 2, 3 എന്ന് തന്നാൽ സെൽ വാല്യൂ 1, 2, 3 വരുന്ന അവിടെയൊക്കെ 0 ഇട്ട് കൊടുക്കണം. ബാക്കി 1 ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കണ്ടുപിടിക്കണം. പൈ ഓവർ ക്യാപിറ്റൽ എം 1, 2, 3 എന്ന് പറഞ്ഞാൽ സെൽ വാല്യൂ 1, 2, 3 0 ആയിരിക്കും. നമുക്കിവിടെ 0 ആണ്, 1 ഇല്ലാത്തടത്ത് 0 ആണ്. പക്ഷെ നമ്മളത് എഴുതുന്നില്ല എന്നേ ഉള്ളൂ. അടുത്തൊരു പ്രോബ്ലം. Simplify the Boolean expression. Y equal to A bar B bar C plus A B C bar plus A bar B bar C bar plus A B bar C plus A B C. ഇത് സിംപ്ലിഫൈ ചെയ്യണം. കെ മാപ്പ് വെച്ച് സിംപ്ലിഫൈ ചെയ്യാം. 3 ഇൻപുട്ട് കേസാണ് എ ബി സി. ഇത് എ ബാർ, ഇത് എ എം, ഇത് ബി ബാർ സി ബാർ. അവരുണ്ട് 0, 0, 0, 1, 1, 1, 1, 0. ബി ബാർ സി ബാർ, ബി ബാർ സി, ബി സി, ബി സി ബാർ. എ ബാർ ബി ബാർ സി എന്ന് പറയുന്ന കോളം ഏതാ? ഇതാണ്. ഓക്കെ, എ ബാർ ബി ബാർ സി. എ ബി സി ബാർ എന്ന് പറയുന്ന കോളം ഏതാ? എ ബി സി ബാർ ഇതാണ്. എ ബാർ ബി ബാർ സി ബാർ എന്ന് പറയുന്ന കോളം ഇതാണ്. എ ബി ബാർ സി എന്ന് പറയുന്ന കോളം ഇതാണ്. എ ബി സി എന്ന് പറയുന്ന കോളം ഇതാണ്. മൂന്ന് പെയർ കിട്ടും. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് എ ബാർ ബി ബാർ. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് എ സി. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് എ ബി. ദെൻ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ബാർ ബി ബാർ പ്ലസ് എ സി പ്ലസ് എ ബി ആണ്.
ആ പ്രോബ്ലം കഴിഞ്ഞു. എന്താ ഹോംവർക്ക് വരാം. എഫ് ഓഫ് എ കോമ ബി കോമ സി കോമ ഡി ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ 1, 5, 6, 7 B, C, D, F. F of A, B, C, D equal to summation over M. N, B, D, F. ഇത് രണ്ടും ചെയ്യണേ. 4 ഇൻപുട്ട് കേസ്. ഈ ബി സി ഡി എഫ് എന്ന് എഴുതിയേക്കുന്നത് ഹെക്സാഡെസിമൽ ആയതുകൊണ്ടാണ് കേട്ടോ. ഹെക്സാഡെസിമൽ ഫോമിൽ തന്നേക്കുന്നതാണ്. ഹെക്സാഡെസിമൽ ഫോം അറിയാലോ. 10-ന് എ, 11-ന് ബി, അങ്ങനെ പോകും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെ മാപ്പ് വിത്ത് ഡോണ്ട് കെയർ കണ്ടീഷൻ. ഡോണ്ട് കെയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാലേ ഒരു കണ്ടീഷനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ്റെ കൂടെ ഒരു ഡോണ്ട് കെയർ കണ്ടീഷൻ തരും. അതിന് നമ്മൾ എക്സ് ഇട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ആവശ്യമില്ലെങ്കിൽ കളയാം. അതായത് ഡോണ്ട് കെയർ കണ്ടീഷൻ നമ്മുടെ ഗ്രൂപ്പിനെ വലുതാക്കാൻ പറ്റുമെങ്കിൽ, ഡോണ്ട് കെയർ കണ്ടീഷൻ കുറച്ച് തരും. നമ്മുടെ ഗ്രൂപ്പിനെ വലുതാക്കാൻ പറ്റുമെങ്കിൽ ഇത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഡോണ്ട് കെയർ കണ്ടീഷൻ. യൂസ്ഫുൾ, ടേക്ക് ഇറ്റ്. അതർവൈസ് ഡു. ഒരു പ്രോബ്ലം ചെയ്ത് കാണിച്ചുതരാം, അപ്പൊ മനസ്സിലാവും. F of A, B, C, D, which is equal to summation over M 0, 2, 3, 5, 8, 9, 10, 11. Summation over D plus summation over D 450. കറസ്പോണ്ടിങ് കെ മാപ്പ് വരച്ചാൽ എങ്ങനെ കിട്ടും? സെൽ വാല്യൂസ് 0, 1, 3, 2. Zero, 2, ഇത് നോക്കുക. 0, 2, 3, 5, 8, 9,
10, 11. Don't care condition 4 15. 15, 4. 7 ഇല്ലേ 7 0 2 3 5 7 ഉണ്ട് കേട്ടോ 5 0 2 3 5 7 8 9. ഓക്കെ ഒന്നുമില്ല വേണ്ട ഇത് തന്നെ ഇൻപുട്ട് ഇത് തന്നെ ഇത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എഡ്ജ് ഗ്രൂപ്പിംഗ് പോസിബിൾ അല്ലേ? അവിടെ ഒരു ക്വാഡ് ഗ്രൂപ്പ് പോസിബിൾ ആണ്, ഇവിടെ ഒരു ക്വാഡ് ഗ്രൂപ്പ് പോസിബിൾ ആണ്. അതായത് നമുക്ക് ഇവിടെ ക്വാഡ് ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി ഈ ഡോൺ കെയർ കണ്ടീഷൻ ഉപയോഗിക്കേണ്ടി വന്നു. ഈ ഡോൺ കെയർ കണ്ടീഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഇവിടെ ഒരു പെയർ ഉണ്ടാക്കാം, പക്ഷെ ആ പെയർ നമുക്ക് ഇവിടെ ഉണ്ടാക്കാമല്ലോ. അപ്പൊ ആ ഡോൺ കെയർ കണ്ടീഷന്റെ ആവശ്യമില്ല. പിന്നെ ഇതും കൂടെ കൂട്ടി ഒരു പെയർ എടുക്കാം, അത്രേ ഉള്ളൂ. ഈ എഡ്ജ് ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? എ ബാർ ബി ബാർ എ ബി ബാർ സി ബാർ ഡി ബാർ സി ഡി ബാർ. എഡ്ജ് ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് വരുന്നത് ഈ സൈഡിൽ നിന്ന് ബി ബാർ കോമൺ ആണ്, മുകളിൽ നിന്ന് ഡി ബാർ കോമൺ ആണ്. ഓക്കെ, ഈ ക്വാഡ് ഗ്രൂപ്പിൽ നിന്ന് കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഇവിടുന്ന് എ കോമൺ ആണ്, ഇവിടുന്ന് രണ്ടിടത്തു നിന്നും ഡി കോമൺ ആണ്. ഈ പെയർ നോക്കുക, അതിൽ കോമൺ ആയിട്ട് വരുന്നത് ബി കോമൺ ആണ്, സി ബാർ ഡി കോമൺ ആണ്. ഈ പെയർ എടുത്താൽ ഏതൊക്കെയാ കോമൺ ആയിട്ട് വരുന്നത്? ബി ബാർ കോമൺ ആണ്, സി ഡി കോമൺ ആണ്. ദെൻ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് y ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി ബാർ ഡി പ്ലസ് ബി ബാർ ഡി ബാർ പ്ലസ് ബി ബാർ സി ഡി പ്ലസ് സി ഡി ബാർ ആണ് ആൻസർ. ഡോൺ കെയർ കണ്ടീഷൻ മനസ്സിലായല്ലോ അല്ലേ? ആവശ്യമുണ്ട് എടുക്കാം, ആവശ്യമില്ല എടുക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിള് ഒരു പ്രോബ്ലം ഹോംവർക്ക് തരാം, കിട്ടണ്ടെന്ന് പറയണം എന്ന് ചെയ്തിട്ട്. എഫ് ഓഫ് എ ബി സി ഡി ഈക്വൽ ടു സമ്മേഷൻ ഓവർ എം 0 3 6 9 11 13 14 plus summation over d 5 7 10 12. ഇതിന്റെ ആൻസർ ഇത് കിട്ടുമെന്ന് നോക്കുക. y ഈക്വൽ ടു ഓക്കെ, ആൻസർ എനിക്ക് ഉറപ്പില്ല, ഓക്കെ തോന്നുന്നു. y ഈക്വൽ ടു എ സി ബാർ ഡി പ്ലസ് ബി ബാർ സി ഡി പ്ലസ് ബി സി ഡി ബാർ പ്ലസ് എ ബാർ ബി ബാർ സി ബാർ ഡി. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഡോൺ കെയർ കണ്ടീഷൻ നമ്മൾ എവിടെയും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു. ഡോൺ കെയർ കണ്ടീഷൻ ചെക്ക് ചെയ്തോട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇംപ്ലിക്കൻസ്, പ്രൈം ഇംപ്ലിക്കൻസ്, എസൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ്. ഇംപ്ലിക്കൻസ് എന്ന് പറഞ്ഞാലേ നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് ഇൻ SOP or POS.
പ്രൈം ഇംപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓൾ പോസിബിൾ ഗ്രൂപ്പ്സ്. നമ്പർ ഓഫ് ഓൾ പോസിബിൾ ഗ്രൂപ്പ്സ്. എന്ന് വെച്ചാലേ അതിൽ ഓവർലാപ്പ് ചെയ്യുന്ന ഗ്രൂപ്പും പറ്റും. നിങ്ങൾക്ക് അവിടെ എത്ര ഗ്രൂപ്പ് എടുക്കാൻ പറ്റുമോ അതൊക്കെ പറ്റും. ഈ ഓവർലാപ്പ് ചെയ്യുന്ന ഗ്രൂപ്പിനാണ് നമ്മൾ റിഡൻഡന്റ് എന്ന് വിളിക്കുക കേട്ടോ. റിഡൻഡന്റ്. ആ റിഡൻഡന്റും ഇവിടെ പോസിബിൾ ആണ്. ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് വിത്തൗട്ട് ഓവർലാപ്പിംഗ്. നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് വിത്തൗട്ട് റിഡൻഡന്റ് ഗ്രൂപ്പ്. വിത്തൗട്ട് റിഡൻഡന്റ് ഗ്രൂപ്പ്. റിഡൻഡന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ സെല്ലിലെ എലമെന്റ്സ് മുഴുവൻ വേറെ ഏതെങ്കിലും സെല്ലിൽ ഓവർലാപ്പ് ചെയ്തതാണ്. ടോട്ടൽ കംപ്ലീറ്റ്ലി ഓവർലാപ്പ് ചെയ്യണം. അതിനാണ് റിഡൻഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് നമ്പർ ഓഫ് implicants, prime implicants at essential prime implicants. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കെ മാപ്പ് തന്നിട്ടുണ്ട്. എ ബി സി ഡി 4 ഇൻപുട്ട്. 4 ഇൻപുട്ട് ആവുമ്പോൾ 4. ഇതാണ് ക്വസ്റ്റ്യൻ. റഫായിട്ട് ഫിഗർ വെച്ചാണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഇംപ്ലിക്കൻസ്. നമ്പർ ഓഫ് ഇംപ്ലിക്കൻസ്. ഇംപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. നമ്പർ ഓഫ് എത്ര ഇംപ്ലിക്കൻസ് ഉണ്ട്? 1 2 3 4 5 6 7 8 എണ്ണം. പ്രൈം ഇംപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിബിൾ ഗ്രൂപ്പ്സ് ആണ്. അതില് ഓവർലാപ്പിങ്ങും പോസിബിൾ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ക്വാഡ് ഗ്രൂപ്പ് എടുക്കാലോ, പോസിബിൾ അല്ലേ? ഇങ്ങനെ ഒരു ക്വാഡ് ഗ്രൂപ്പ് എടുക്കാലോ, അതും പോസിബിൾ അല്ലേ? ഇങ്ങനെ ഒരു ക്വാഡ് ഗ്രൂപ്പ് എടുക്കാലോ, അതും പോസിബിൾ അല്ലേ? ഇങ്ങനെ ഒരു ക്വാഡല്ല പെയർ, അതും പോസിബിൾ ആണ്. ഇപ്പൊ തന്നെ എത്രയായി? 1 2 3 4 ആയി. പക്ഷേ ഇത് ഓക്കെ, ഇത് പറ്റില്ല കേട്ടോ. ഏത്? ഈ പെയറില്ലേ, അത് പറ്റില്ല. ഒരു ഗ്രൂപ്പിന്റെ അകത്ത് വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല കേട്ടോ. അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതായത് അത് നോട്ട് പോസിബിൾ ആണേ. ഒരു ഗ്രൂപ്പിന്റെ അകത്ത് മറ്റൊരു ഗ്രൂപ്പ്, അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. നമ്മൾ എടുക്കുമ്പോൾ, അതായത് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ ഒരു ക്വാഡ് ഗ്രൂപ്പ്, ഇവിടെ ഒരു ക്വാഡ് ഗ്രൂപ്പ്, ഇവിടെ ഒരു പെയർ നമുക്ക് കിട്ടും. ഈ പെയർ ഈ 2 ക്വാഡ് ഗ്രൂപ്പിലും ഓവർലാപ്പിംഗ് ആണ്, അത് കുഴപ്പമില്ല. പക്ഷെ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് കംപ്ലീറ്റ്ലി മറ്റൊരു ഗ്രൂപ്പ് ഓവർലാപ്പിംഗ് പോസിബിൾ അല്ല. ഞാനിവിടെ പറഞ്ഞു വന്നത് ഈ പെയർ ഇല്ലേ, ഈ പെയർ അത് നോട്ട് പോസിബിൾ ആണ്. അത് എടുക്കണ്ട. നമുക്ക് ഇവിടെ ഒരു ക്വാഡ് എടുക്കാൻ പറ്റും. നമ്പർ ഓഫ് പ്രൈം ഇംപ്ലിക്കൻസ് 4 ആണ്. ഓക്കെ, ഞാൻ ഈ പെയറിനെ ഒഴിവാക്കി. അത് എന്തുകൊണ്ടാന്ന് മനസ്സിലായല്ലോ. അത് നമ്മുടെ ക്വാഡ് ഗ്രൂപ്പിന്റെ അകത്താണ് അത് കംപ്ലീറ്റ്ലി വരുന്നത്. അങ്ങനെ പറ്റില്ല. 1 2 ഗ്രൂപ്പ് കൂടി വേറൊരു ഗ്രൂപ്പിനെ ഓവർലാപ്പ് ചെയ്യുവാണെങ്കിൽ ഓക്കെ.
പക്ഷെ ഒരു ഗ്രൂപ്പ് തന്നെ ഒരു ഗ്രൂപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന പറ്റില്ല. ദെൻ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ്. ഇതില് ഈ വെർട്ടിക്കൽ ക്വാഡ് ഗ്രൂപ്പ് ഇല്ലേ, അത് കംപ്ലീറ്റ്ലി ഓവർലാപ്ഡ് അല്ലേ? അപ്പം ബാക്കിയൊക്കെ ഓക്കെ. 1, 2, 3. എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് 3ആണ്. ഇതാണ് ഇതിന്റെ ക്വസ്റ്റിന്റെ ഉത്തരം. ഇംപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ്, പ്രൈം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിബിൾ ഗ്രൂപ്പ്സ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഗ്രൂപ്പിന്റെ അകത്ത് മറ്റൊരു ഗ്രൂപ്പ് കംപ്ലീറ്റ്ലി ഓവർലാപ്പിംഗ് പറ്റില്ല. 1-2 ഗ്രൂപ്പ് ചേർന്ന് മറ്റൊരു ഗ്രൂപ്പിനെ ഓവർലാപ്പ് ചെയ്യുവാണെങ്കിൽ ഓക്കെ. പക്ഷെ ഒരു ഗ്രൂപ്പ് തന്നെ മറ്റൊരു ഗ്രൂപ്പിനെ ഓവർലാപ്പ് അത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വേറൊരു പേർ എടുത്തൂടെ, ഇവിടെ ഒരു പേർ എടുത്തൂടെ? അത് പറ്റില്ല. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ ദിവസം റെക്കോർഡിങ് ശരിയായില്ല, അതുകൊണ്ട് വീണ്ടും റെക്കോർഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാം കേട്ടോ. താങ്ക് യു.